ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയുടെ കൂടെ ഉരുളക്കിഴങ്ങ് കറി തയ്യാറാക്കാമെന്ന് വെച്ചു. അത് തേങ്ങാപ്പാൽ ചേർത്തിട്ട് തന്നെ തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് സമയം കുറവായതുകൊണ്ട് തേങ്ങ അരച്ചിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ട് അരച്ച് ചേർത്തിട്ടാണ് ലാസ്റ്റ് കുറച്ച് തേങ്ങ അരച്ച് ചേർത്തു. അപ്പോൾ ഉരുളക്കിഴങ്ങ് കറി ഒരു സൈഡിൽ റെഡിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് തോരന് വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ ചീര ഉണ്ടായിരുന്നല്ലോ, ഇന്നലെ ചീര തോരൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് ചീര ഇരിപ്പുണ്ടായിരുന്നു. ചീരയും കുറച്ച് മുരിങ്ങയിലയും കൂടെ ചേർത്തിട്ട് അരിഞ്ഞു അത് തോരന് വേണ്ടി വെച്ചു. അതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും കുറച്ച് കാന്താരി മുളക്, വെളുത്തുള്ളി, ജീരകം ഇത്രയും കൂടി ചതച്ച് അതിലേക്ക് ചേർത്തു. പിന്നെ അയല മീൻ ഇരിപ്പുണ്ടായിരുന്നു, ഇന്നലെ വാങ്ങിച്ചത് തന്നെയാണ്. കുറച്ച് അയല മീനും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഒടങ്കൊല്ലി മുളകില്ലേ അത് ചേർത്ത്. നല്ല എരിയും നല്ല മണവുമാണ് കേട്ടോ. ഇത് മീനിന് ചേർക്കാൻ നല്ല ടേസ്റ്റാണ്. എത്ര നമ്മൾ അറിയാതെ ചോറ് കഴിക്കാം. മുളകിൻ്റെ ഒരു മണം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. പക്ഷേ കുറച്ച് എരിവുള്ളതാണ്, സൂക്ഷിച്ച് വേണം ചേർക്കാനായിട്ട്. അങ്ങനെ അത് ചേർത്ത് അത് മീൻ കറി റെഡിയായി. റോക്കിക്കുള്ള നെത്തോലി മീൻ ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, മേലൊക്കെ കഴുകിയിട്ട് വന്നു. മീറ്റിംഗ് ഉണ്ട് ഇന്ന് ഞങ്ങൾക്ക്. ഞാനൊരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അസോസിയേറ്റീവ് മെമ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കുളിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. പെട്ടെന്ന് മേലൊക്കെ കഴുകിയിട്ട് വന്നു. എന്നിട്ട് ഇത് ഞാൻ തയ്ച്ച ചുരിദാറാണ് കേട്ടോ. അപ്പോൾ അത് പാറു എന്നോട് ചോദിക്കുകയായിരുന്നു, 2-3 ദിവസമായിട്ട് അമ്മയ്ക്ക് ഈ ഒരു ചുരിദാറേ ഉള്ളൂ ഇടാനായിട്ടെന്ന്. അപ്പോൾ എനിക്കത് നല്ല കംഫർട്ടായിട്ട് തോന്നി കേട്ടോ. ഞാൻ തയ്ച്ചതിൽ എനിക്ക് ഒരുപാട് മോഡലായിട്ടൊന്നും അല്ലെങ്കിൽ ബാക്കിൽ ഒരു കെട്ട് വെച്ചിട്ടുണ്ട്, അത് തന്നെയാണ് അതിലുണ്ടായിരുന്ന ഒരു മോഡൽ കേട്ടോ. അപ്പോൾ റെഡിയായി മീറ്റിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ലേറ്റായി, ഒരു 3 മണിയൊക്കെ ആയി. പിന്നെ വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. എന്നിട്ട് വൈകുന്നേരം ഇന്നലെ ഞാനൊരു ബ്ലൗസ് വെട്ടി പകുതി തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ബാക്കി കുറച്ചും കൂടി തയ്ച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ.